നമ്മൾ ഇന്ന് ഫയർവർക്സ് കാണാൻ പോവുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ സീ ഫയർവർക്സ്. കാനഡ ഡേയുടെ ഫയർവർക്സ് കാണണമെന്ന മോഹവുമായിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ യാത്ര. ഭയങ്കര ചൂടായതുകൊണ്ട് എനിക്ക് ഏട്ടൻ ഫ്രോസൺ ലെമനേഡ് മേടിച്ചു തന്നു ഗൈസ്. ചിയേഴ്സ്. ചാടി ചാടി നിൽക്കാനായി പള്ളം നിറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ ഡെന്നീസിലോട്ട് വെച്ചു പിടിച്ചു. മൂഞ്ചലിന്റെ പല അവസ്ഥാന്തരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും കാനഡ ഡേയുടെ അന്നൊരു മൂഞ്ചൽ അത് ആദ്യമായിട്ടാണ്. ആ മൂഞ്ചൽ എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. പക്ഷേ ആ മൂഞ്ചലിന് കാരണക്കാരൻ ദേ ഇവനാണ്. അതിനിടയിൽ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ വടംവലിക്കിടയിൽ തലകുത്തി മറിയുന്ന എന്റെ അനിയത്തിയെ കാണാനിടയായി. ഫുഡൊക്കെ കുത്തിക്കേറ്റ് ഞങ്ങൾ നേരെ വിട്ടത് ഐമാക്സിലോട്ടാണ്. കാനഡയൊക്കെ അല്ലേ, ഒന്ന് ബ്രാഡ് പിറ്റിനെ കണ്ടേക്കാമെന്ന് വിചാരിച്ചു. എസ്തമ്മ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ഹെഡ്ഫോൺസ് ഒക്കെ ഇട്ട് അവൾ നല്ല സെറ്റ് ആയിരുന്നു. ഈ തിയേറ്ററിൽ ഇങ്ങനെ ഒരു കുഞ്ഞുവാവുണ്ടെന്ന് ആരും തന്നെ ഒന്നും പറയാനില്ല. അടിപൊളി മൂവി. ഞാനും പുള്ളിയുടെ ഒപ്പം ഇരുന്ന് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നി. അങ്ങനെ സിനിമയൊക്കെ കണ്ടിറങ്ങി ഫയർവർക്സ് കാണാനുള്ള ആവേശത്തിലാണോ എന്തോ എന്ന് അറിഞ്ഞൂടാ. ഗേറ്റ് അടിയുടെ വായിൽ തന്നെ കൊണ്ടാണ് ഏട്ടൻ വണ്ടി നിർത്തിയത്. ഇനിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മൂഞ്ചലിന്റെ ആരംഭം. ചാറ്റ്ജിപിടിയുടെ വാക്കും കേട്ട് റൂപൻ പറഞ്ഞ പോലെ ഇവിടെ ഈ റൂഫ് ടോപ്പിലുള്ള പാർക്കിംഗ് ലോട്ടിൽ ഇരുന്നാൽ ഫയർവർക്സ് നല്ല അടിപൊളിയായിട്ട് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വെച്ചു. പക്ഷേ ഫയർവർക്സ് നടക്കുന്നത് ഈ അമ്പരച്ചുണ്ടികളുടെ മറുഭാഗത്താണെന്നുള്ള കാര്യം ഞങ്ങൾ വളരെ വൈകാണ്ട് മനസ്സിലാക്കി. എന്തെങ്കിലും അവിടെ പുറത്തിറങ്ങി റോഡിന്റെ സൈഡിൽ നിന്ന് ഫയർവർക്സ് കാണാമെന്ന രീതിയിൽ ഞങ്ങൾ വെച്ചു പിടിച്ചു. അത്ര മോശമല്ലാത്ത രീതിയിൽ റോഡിന് വട്ടം വെച്ചിട്ടാണെങ്കിലും കുറച്ചു നേരം ഞങ്ങൾ ഫയർവർക്സ് കണ്ടു. അടുത്ത വർഷത്തെ കാനഡയെ തകർക്കാമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങനെ യാത്രയായി. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ബൈ ഗൈസ്.